നമസ്കാരം. അപ്പോൾ നമ്മളൊന്ന് പോകുന്നത് പെരുമ്പളം എന്ന് പറയുന്ന ദ്വീപിലേക്കാണ്. പെരുമ്പളം ദ്വീപ് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തൊരു പാലം ഉണ്ടായിരുന്നു, പെരുമ്പളം പാലം. 1.2 കിലോമീറ്റർ നമ്മുടെ ബ്രിഡ്ജ് വരുന്നത്. അത് 2 കിലോമീറ്റർ വീതിയിലും അതുപോലെ 5 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു ദ്വീപാണ്. ഒരു 12,000 ആൾക്കാർ അവിടെ വസിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഇത്രയും നാൾ പാലം ഉണ്ടായിരുന്നില്ല. അവർ ബോട്ടും ഇതൊക്കെ ആയിട്ടായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത് അവിടെ. അപ്പോൾ നമുക്ക് ആ ദ്വീപൊന്ന് കാണാൻ പോവാം എന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ആ ദ്വീപിലെ കാഴ്ചകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മൾ എറണാകുളം സൈഡിൽ നിന്ന് പോകുമ്പോൾ അരുക്കുറ്റിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വടുതല ചെന്നിട്ട് വേണം നമ്മുടെ പാലത്തിലേക്ക് കയറാനായിട്ട്. അപ്പോൾ നമ്മളങ്ങനെ പെരുമ്പളം പാലത്തിൻ്റെ എൻട്രൻസിലെത്തിയിട്ടോ. വലിയൊരു കായലിന് കുറുകെയാണ് ഈ പാലം ഉള്ളത്. പാലത്തിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ അടിപൊളിയായിട്ട് കാണുന്നുണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ. നല്ല സൂപ്പറായിട്ടൊരു വേറിട്ടൊരു പാലം. നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു പാലം വേറെ ഇല്ലയെന്ന് തന്നെ തോന്നുന്നു. വേറെ ഉള്ളതായിട്ട് അറിവില്ല, എൻ്റെ അറിവിലില്ല. ഇനി ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അതുപോലെ ഇതിൻ്റെ ആ 3 ആർച്ചാണ്. ആ ആർച്ചിൽ ക്രോസായിട്ട് കൊടുത്തിരിക്കുന്ന ആ ബീമുകളുണ്ടല്ലോ, അതിൻ്റെ കളേഴ്സാണ് ഈ പാലത്തിനൊരു വ്യത്യസ്തമാക്കുന്നത്. ആ 3 ആർച്ചിൻ്റെയും മോഡലുള്ള എല്ലാ ബീമുകളിലും, ക്രോസ് കൊടുത്തിരിക്കുന്ന ബീമുകളിലും ഒക്കെ ഒരു റെയിൻബോ കളേഴ്സാണ് അടിച്ചിരിക്കുന്നത്. അതിൽ തന്നെ വേറിട്ട് നിൽക്കുന്ന ആ ഒരു യെല്ലോ കളറ്, അത് നോക്കിയാൽ ആ യെല്ലോ കളറിൻ്റെ ഹൈലൈറ്റാണ് ഈ പാലത്തിന് ഇത്രയും ബ്യൂട്ടി ഉള്ളതാക്കിയിരിക്കുന്നത്. ഈ പാലത്തിൻ്റെ ആകെ നീളം 1.25 കിലോമീറ്റർ ആണ് കേട്ടോ. ഈ കായലിന് പുറകെ ഏറ്റവും നീളം കൂടിയൊരു പാലം. ഇതിനു മുമ്പ് ഇവിടെ ജങ്കാറായിരുന്നു. ഇവർ വടുതലയിൽ നിന്ന് പെരുമ്പളത്തിലേക്ക് ജങ്കാറിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ജങ്കാറൊക്കെ അവിടെ സൈഡ് നോക്കിയിട്ടു പാലം വന്നപ്പോൾ. പാലത്തിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല. മീൻസ് ഇതിൻ്റെ ടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഉദ്ഘാടനം നേരത്തെ കഴിച്ചു, ഇലക്ഷനൊക്കെ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ ടാറിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാറിങ് കൂടി കഴിയുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇതിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ തന്നെ ധാരാളം വിസിറ്റേഴ്സ് ഇവിടെ പാലം കാണാനായിട്ട് വരുന്നുണ്ട്, അതുപോലെ പെരുമ്പളത്തിലേക്കും. അങ്ങനെ നമ്മളത് പെരുമ്പളം ദ്വീപിൽ ടച്ചായി. ഇതിൻ്റെ എൻട്രൻസാണ് പെരുമ്പളം ദ്വീപിൻ്റെ. ഇവിടുന്ന് വലത്തോട്ടാണ് നമ്മൾ റോഡ് പോകുന്നത്. ഇടത്തോട്ട് റോഡ് പോകുന്നുണ്ട്, പക്ഷേ ഇടത്തോട്ട് റോഡ് അങ്ങനെ എത്തിയില്ല. വലത്തോട്ട് നമ്മൾ സൗത്ത് പെരുമ്പളത്തിലേക്കാണ്, സൈഡിലേക്കാണ് പോകുന്നത്. ഈ വഴികളൊക്കെ നല്ല രസമുണ്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വഴികളാണ്. ചെറിയ വഴിയാണെങ്കിലും 2 വണ്ടിക്ക് കക്ഷി അങ്ങോട്ട്, ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നാൽ ക്രോസ് ചെയ്ത് പോവാം. ഇതിൻ്റെ റോഡിൻ്റെ 2 സൈഡ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് വീതി കൂട്ടിയിട്ട് തോന്നുന്നു. ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിലും കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല നാട്ടുവഴികൾ, പഴയ ഒരു ഗ്രാമീണത തുളുമ്പുന്ന സ്ഥലം. നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ട് തെങ്ങുകളും തെങ്ങും തോപ്പും ഇതൊക്കെ ആയിട്ട് നല്ലൊരു ഗ്രാമഭംഗി. അത് ആസ്വദിക്കാനായിട്ട് നമുക്ക് പെരുമ്പളത്ത് തന്നെ പറ്റണുള്ളൂ. കാരണം അധികം വണ്ടികളൊന്നുമില്ല, കുറച്ച് വണ്ടികൾ മാത്രം. 2 വീലർ ഓട്ടോറിക്ഷ ഞാൻ മെയിനായിട്ട് കണ്ടത്. പിന്നെ ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ടൂറിസ്റ്റുകൾ വരുന്ന വണ്ടികൾ, നമ്മളെപ്പോലെയുള്ള ആളുകൾ വരുന്ന വണ്ടികളാണ് ഇവിടെ 4 വീലറായിട്ട് അധികം കാണുന്നത്. അല്ലെങ്കിൽ ഓട്ടോ, 2 വീലർ ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഇടതുവശത്ത് കാണുന്നതാണ് ഇവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലുള്ളത് ലാബ്. പിന്നെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ജംഗ്ഷനിൽ അതുണ്ട്. പെരുമ്പളത്തിൻ്റെ ആ വഴികളിലൂടെ പോകുമ്പോഴേ
ഭയങ്കര നമ്മുടെ ഒരു ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഫീലിൽ നമുക്ക് പോകാൻ പറ്റും. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൂടെ എന്താ പറയുക, ഒരു പ്രത്യേക വൈബാണ് അതിൽ പോകുമ്പോൾ. വളരെ സമാധാനപരമായിട്ട് തിക്കും ബഹളം ഹോണടി കാര്യങ്ങളൊന്നുമില്ല. ഈ റോഡിൻ്റെ സൈഡിൽ നോക്കി ഒരു വേസ്റ്റും കാര്യങ്ങളൊന്നും കിടക്കണില്ല കേട്ടോ. അതിന് പെരുമ്പളത്തുകാരെ സമ്മതിക്കണം. എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ. അവിടെ പെരുമ്പളം പഞ്ചായത്തിൻ്റെ ബോർഡുകൾ അവിടെ വെച്ചിട്ടുണ്ട്. മാലിന്യങ്ങൾ വലിച്ചെറിയരുതെന്നൊക്കെ പറഞ്ഞിട്ട് നിറയെ ബോർഡുകളും കാര്യങ്ങളൊക്കെ കാണാം. അതുകൊണ്ട് തന്നെയായിരിക്കും അവിടെ ഇത്ര നീറ്റായിട്ട് കിടക്കുന്ന പ്രധാന കാരണം. ഇതിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പെരുമ്പളം ഒരു മെയിൻ സെൻറ്ററാണ്. ഇവിടെയാണ് ഈ വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ് ഇതൊക്കെ ഉള്ളത്. ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിലൊരു വലിയ അമ്പലമുണ്ട്. ആ അമ്പലം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു സ്കൂളുണ്ട്. ഈ പെരുമ്പളം ദ്വീപിൽ ഒരു 3 സ്കൂളാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത്. ഇത് ഹയർ സെക്കൻഡറി സ്കൂളാണ്, +2 വരെയുള്ളത്. പിന്നെ ഇവിടെ SBIയുടെ ബാങ്കിൻ്റെ ബ്രാഞ്ചും ഇവിടെയുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ സ്കൂള്, +2 വരെയുള്ള സ്കൂൾ. ഇതാണ് അതിൻ്റെ എൻട്രൻസാണിത്. ഇപ്പോൾ അവിടെ എക്സാം നടക്കാറുണ്ടോ? എക്സാം നടക്കാറുണ്ട്. അങ്ങനെ സ്റ്റുഡൻസ് ഒന്നും അധികം വെളിയിലില്ല. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഞങ്ങളൊരു ചായക്കട കണ്ടു. അപ്പോൾ വണ്ടി ഇവിടെ നിർത്തി ഒന്ന് ചായ കുടിക്കാം നമുക്ക്. അതിനിവിടെ പഴംപൊരിയൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാണ് ഇരിക്കണമെന്ന് കാണാൻ. ഇവിടെ കടികളൊക്കെ കണ്ടോ, ആൾക്കാർ ക്യൂ നിന്ന് വാങ്ങിയിട്ട് പോവാണ്. അത്ര തിരക്കാണ് ഇവിടെ. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ ഒരു 3-4 ആൾക്കാർ അവിടെ കടികൾ വാങ്ങിച്ചിട്ട് പോവാണ്. ഞങ്ങൾ ചായ കുടിക്കാൻ നിൽക്കുമ്പം ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ചായ കുടിക്കാനും അതിനൊക്കെ ആയിട്ട് നിൽക്കാം. ഇവിടെ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടാക്കാം. അതുപോലെ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു പറഞ്ഞു. ഇവിടേക്ക് ബസ് പോകാൻ തുടങ്ങി. അപ്പോൾ അതിന് മുമ്പ് ജങ്കാറുണ്ടായോ? ജങ്കാർ അതെവിടേക്ക് കൊണ്ടുവലിക്കാം? ഇവിടെ പാണാവളി. നല്ലൊരു ചായ, നല്ല കടികൾ, പഴംപൊരിയും അതുപോലെ സുഖിനും കഴിച്ചു തുടങ്ങും. ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ? നമുക്ക് നമ്മുടെ അവിടെയൊക്കെ കിട്ടുന്നതിനേക്കാളും വളരെ നല്ല ഒരു ടേസ്റ്റുള്ള ചായയും കടിയായിരുന്നു. നല്ല ചൂടോടുകൂടി. അതായത് അവിടെ ഞാനത് കണ്ടത് പേടിച്ചു പോയി. കാരണം നമ്മുടെ അവിടെ അത്രയും കടികൾ ഈ നേരത്തെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അവരടുത്ത് ചോദിച്ചു, ഈ കടികളൊക്കെ തീരുമെന്ന് ചോദിച്ചു. ആൾ പറഞ്ഞു ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനമൊക്കെ തീർന്നു പോകും. 1 മണിക്കൂർ കൂടി കഴിഞ്ഞതൊക്കെ പൂട്ടിക്കിട്ട് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. തന്നെ അത്രയും കച്ചവടമുണ്ട്. സാധനം ടേസ്റ്റിയാണ്. നമ്മുടെ ആ പരിസരത്തൊന്നും കഴിക്കുന്നതിനേക്കാളും വളരെ, കാരണം ഇവർ അത്ര കമേഴ്ഷ്യൽ ഇത് ഉദ്ദേശിച്ചല്ല. ഇവരുടെ ഉള്ള ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണ് വരുന്നത്, പുറത്തുനിന്ന് ആൾക്കാർ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും തന്നെ ഉണ്ടാക്കുന്നത്, നല്ല ടേസ്റ്റ് ഉള്ളത്. കുറേ നാളിന് ശേഷം അത്രയും നല്ലത് കഴിച്ചത് ഇവിടുന്ന് പെരുമ്പളത്തുനിന്ന്. അപ്പോൾ അവരായിട്ട് സംസാരിച്ചു. അവർ പറയാണ്, പണ്ട് ഞങ്ങൾക്ക് വീടിൻ്റെ വാതിലടയ്ക്കാണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുമായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദ്വീപിലേക്ക് രാത്രി 9 മണി വരെയാണ് ലാസ്റ്റ് ബോട്ടുള്ളൂ. 9 അല്ല 8:30-ക്ക് ലാസ്റ്റ് ബോട്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. എല്ലാവരും പുറത്ത് കിടന്നോളണം. പെരുമ്പളം ദ്വീപിലേക്ക് വരാൻ പറ്റില്ല. രാവിലെ 5:30-ക്ക് ഫസ്റ്റ് ബോട്ട്. അപ്പോൾ ആ ടൈമിങ് അത് അവർ റൊട്ടീനായി അങ്ങനെ ജീവിച്ചു പോവുകയാണ്. അപ്പം ഇത്രയും നാൾ പിന്നെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അറിയാൻ പറ്റും. അത് ഇവിടെ ഈ വഞ്ചിയിലൊക്കെ ആൾക്കാരുണ്ടാവും, ഈ മീൻ പിടിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ചോദിക്കും എവിടേക്കാണ്. ആ സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിച്ച് ഇന്ന സ്ഥലത്ത് ഒന്ന് വീട്ടിൽ അന്വേഷിക്കും ഈ ആൾക്കാർ. അവരിവിടെ വന്നിട്ടുണ്ടോ, അവരെന്തിനാ വന്നേണേ എന്നെല്ലാം അങ്ങനെ അന്വേഷിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പാലം വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ വന്നു തുടങ്ങി. അങ്ങനെ ചേട്ടൻ പറഞ്ഞു പത്തനംതിട്ടയിൽ നിന്നൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അകലെ നിന്നൊക്കെ ഈ പെരുമ്പളത്തിനെ കുറിച്ച് അറിഞ്ഞിട്ട് ആൾക്കാരുകൾ വന്നു തുടങ്ങി. അതുപോലെ കുറച്ച് ടൂറിസത്തിൻ്റെതായ പ്രൊമോട്ട് ചെയ്ത് ഓരോ പരിപാടികളൊക്കെ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ എല്ലാം ഉണ്ട്. 3 സ്കൂളുണ്ട്, +2 വരെ ഉള്ളത്. ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. ഒരു സിദ്ധ വൈദ്യത്തിൻ്റെ ഹോസ്പിറ്റലുണ്ട്. പോലീസ് സ്റ്റേഷൻ മാത്രമല്ല അതുള്ളൂ. പെരുമ്പളം പഞ്ചായത്ത്, വില്ലേജ് ഇതെല്ലാം ഇവിടെയാണ്. പോലീസ് സ്റ്റേഷൻ മാത്രം ഇവിടെ ഇല്ല. അതിനുള്ള വലിയ കുറ്റകൃത്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. കാരണം ഞാൻ ഇവരെല്ലാവരും അങ്ങോട്ടും തമ്മിൽ അറിയാവുന്നവരാണ് എല്ലാ കാര്യങ്ങളും. ഇതൊരു ബോട്ട് ജെട്ടി ഉണ്ടോ പെരുമ്പളത്തിൽ? ഇവിടെ 3-4 ബോട്ട് ജെട്ടി ഉണ്ട്. ഇത് പടിഞ്ഞാറേ സൈഡാണ്. നമ്മൾ
മറ്റേ ബ്രിഡ്ജ് വന്നത് കിഴക്കേ സൈഡിലാണെങ്കിൽ ഈ ബോട്ട് ചട്ടി വരുന്നത് പടിഞ്ഞാറേ സൈഡാണ്. ഇവിടെ ഒരു ജങ്കാറുണ്ടായിരുന്നു, അവിടെ വടുതലയിൽ ആ ബ്രിഡ്ജ് വന്നോടത്ത് ഒരു ജങ്കാറുണ്ടായിരുന്നു. ആ ജങ്കാർ ഇപ്പം വർക്കിംഗ് അല്ല, അതിവിടെ കരക്കി അടുപ്പിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പൂത്തോട്ട ഫെറിയിൽ നിന്നുള്ള ഒരു ബോട്ടാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. അതിൽ കുറേ ആളുകൾ ഇറങ്ങിപ്പോകുന്നുണ്ട്. അവിടെ വേറൊരു ബോട്ട് ഇവിടെ കിടക്കുന്നുമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഒരു ബോട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. അത് പൂത്തോട്ട ഫെറിയിലേക്ക് പോകുന്നതാണ് പെരുമ്പളത്തുനിന്ന്. ഇത് ഈ കാണുന്നത് ജങ്കാറാണത്. ജങ്കാർ ഇപ്പം ഏശൊക്കെ തുരുമ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ ജങ്കാറാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പം ആ ബോട്ട്, അവിടെ കിടന്നിരുന്ന ബോട്ട് പൂത്തോട്ടയിലേക്ക് പോകാൻ പോകണം. ഇവിടെ നിന്നൊരു 20 മിനിറ്റ് എടുക്കും പൂത്തോട്ടയിലേക്ക്. അപ്പോൾ ഈ ബോട്ട് ഇറങ്ങി വന്നതിൽ ഒരാൾ പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ പൂത്തോട്ട വരെ പോയിട്ട് പോരാ, ആ ബോട്ട് അവിടെ പോയി അപ്പം തന്നെ ഇങ്ങോട്ട് തിരിച്ച് ഇവിടേക്ക് വരും, ഒരു 15-20 മിനിറ്റ് എടുക്കുള്ളൂ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൂത്തോട്ടയിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ബോട്ടുകാരൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഓടിപ്പോയി ബോട്ടിൽ കയറണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറാനായിട്ട് പോകും. അങ്ങനെ ഞങ്ങളത് പൂത്തോട്ടയിൽ പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നു. ബോട്ടിൽ നിന്ന് ഇറങ്ങിയൊന്നുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയ തിരക്കുണ്ടായില്ല. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് സമയം 5 മണിക്കാണ് അവിടെ നിന്ന് റിട്ടേൺ വരുന്നത്. നല്ല തിരക്കായിരുന്നു, ബോട്ട് ഫുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങളിത് വണ്ടി എടുത്ത് വേറൊരു വഴിക്ക്, ഉള്ളം വഴിക്ക് ഞങ്ങളിങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അമ്പലക്കുളമൊക്കെ ഇവിടെ കാണാം. പിന്നെ പഴമയും പുതുമയും ഉള്ള വീടുകൾ, പണ്ടത്തെ ഓടിട്ട വീടുകളും പുതിയ വാർക്ക വീടുകളും, ഇതെല്ലാം സമ്മിശ്രമായിട്ടുള്ളൊരു സ്ഥലം. അതെല്ലാം നാട്ടുവഴിയാണ്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ, നല്ല ശുദ്ധവായു, ഒട്ടും മലിനീകരണമില്ല. പിന്നെ നമ്മുടെയൊക്കെ വണ്ടി വന്നപ്പോഴാണ് ഈ മലിനീകരണമായി തുടങ്ങി. അതുവരെ വലിയ ബഹളങ്ങളും കാര്യങ്ങളും ഓട്ടോറിക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വിടാം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അങ്ങനെ നമ്മളത് വീണ്ടും തിരിച്ച് നമ്മുടെ പെരുമ്പളം ബ്രിഡ്ജിൻ്റെ അവിടേക്ക് എത്താണ്. വീണ്ടും പാലത്തിമോടെ കയറി നമുക്ക് നാട് പിടിക്കാനുള്ള വഴിയിലാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു അമ്പലത്തിനോട് ചേർന്നുള്ള ഒരു കല്യാണ മണ്ഡപമാണ്. ആകെ ഒരു കല്യാണ മണ്ഡപം ഇവിടെ ഉള്ളൂ, പെരുമ്പളത്തുള്ളൂ. ആ ഒരു കല്യാണ മണ്ഡപം ഇതാണ്. പിന്നെ ഇവിടെ ഹോം സ്റ്റേകളൊക്കെ പുതിയത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ഹോം സ്റ്റേ ആണ്, പുതിയത് തുടങ്ങുന്ന രാപ്പകൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുതിയ
സംരംഭങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈവനിങ് ആയി കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും ഇത് കടകളും തട്ടുകടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി തുടങ്ങും. അങ്ങനെ ഇനിയും പെരുമ്പളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ടൂറിസം ഇതൊക്കെ ആയിട്ട് നമ്മുടെ ഒരു ടൂറിസ്റ്റ് ഭൂപടത്തിൽ സ്ഥാനം പിടിക്കാനുള്ള ഒരു സ്ഥലമാണ് പെരുമ്പളം എന്ന് പറയുന്നത്.